2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം 6:30-ന് 1.5 ലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പലയിടങ്ങളിൽ നിന്നും കൊച്ചിയുടെ വിവിധ മേഖലകളിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം DCC ഓഫീസിന് മുന്നിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, വീണ്ടും ഈ മാസത്തിൽ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി തൃശ്ശൂരിൽ. വീണ്ടും മലയാളക്കരയിൽ ആവേശത്തിലാഴ്ത്തുവാൻ വേണ്ടി ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ എത്തുന്നുണ്ട്. കൊച്ചിയിലെ ഒരുക്കങ്ങൾ ഏതുവരെയായി? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജനി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ, അതായത് മുമ്പൊരിക്കലും രാജ്യം കണ്ടിട്ടില്ലാത്ത വികസന നേട്ടങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കൊച്ചി പൂർണ്ണമായും തന്നെ സജ്ജമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, 26 DYSPമാരുടെ നേതൃത്വത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ, ഒപ്പം തന്നെ 50,000 പ്രവർത്തകരെ അദ്ദേഹം കടന്നു പോകുന്ന വഴികളുടെ ഇരുവശവും അഭിവാദ്യം ചെയ്യാൻ കാത്തിരിക്കുന്ന, അദ്ദേഹത്തെ ഒന്ന് കൈവീശി കാണിക്കാൻ കാത്തിരിക്കുന്ന, അദ്ദേഹത്തിനെ ഒന്ന് പുഷ്പവൃഷ്ടി നടത്താൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ സംവിധാനങ്ങൾ 2 ഭാഗങ്ങളിൽ, അതായത് രജനി പറഞ്ഞതുപോലെ DCC ഭാഗത്ത് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു റോഡ് ഷോ ആരംഭിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 6 മണിക്ക് പ്രധാനമന്ത്രി ആ റോഡ് ഷോയിൽ 6 മണിക്ക് അവിടെ നിന്ന് കയറുന്നു. അവിടെ മുതൽ തന്നെ 10,000 2 ഭാഗത്തും സാക്ഷികളായിരിക്കും. ആ വഴികളിലൂടെ അവർ കടന്നു വരും. അതിനുശേഷം രണ്ടാമത് ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഇവിടെ എത്തും. ഈ ഭാഗത്ത് നിന്ന്, അതായത് സുഭാഷ് പാർക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഈ റോഡ് ഷോ തിരിഞ്ഞു പോകുന്നത്. DCC മഹാരാജാസ് കോളേജ് മൈതാനം ഭാഗത്ത് നിന്ന് തുറന്ന വാഹനത്തിലേക്ക് പ്രധാനമന്ത്രി കയറുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജംഗ്ഷനിലൂടെ തിരിഞ്ഞതിന് ശേഷം കൊച്ചി കോർപ്പറേഷന്റെ മുന്നിലൂടെ, കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻഭാഗത്തൂടെയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നത്. നമ്മൾ ഈ നടന്നു നീങ്ങുന്നതെല്ലാം തന്നെ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിലൂടെയാണ്, റോഡ് ഷോ കടന്നു പോകുന്ന പാതകളിലൂടെയാണ്. അതായത് 4 മണിക്ക് ശേഷം ഈ നഗരം പ്രവർത്തകരെ കൊണ്ട് നിറയും, BJP പ്രവർത്തകരെ കൊണ്ട് നിറയും. അവർ അത്തരം ആവേശപൂർവ്വം തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരാണ് ഈ ഒരു ആവേശത്തിന്റെ ഭാഗമാകുന്നത്. ഈ 50,000-ഓളം ാണ് ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയാണോ തൃശ്ശൂരിലെ മഹാസംഗമം, എങ്ങനെയാണോ ഈ മഹാസംഗമം പ്രവർത്തകരെ ഉൾക്കൊണ്ടിരുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെ 2 ലക്ഷത്തിലധികം വനിതാ പ്രവർത്തകരെ കൊണ്ടായിരുന്നു തൃശ്ശൂർ നഗരം, തൃശ്ശൂരിന്റെ സമ്മേളനം നിറഞ്ഞിരുന്നത് എങ്കിൽ, പുറത്ത് കാത്തിരുന്ന 10,000-കണക്കിന് പ്രവർത്തകരെ കൊണ്ട് ആവേശം വിതറിയതാണ് എങ്കിൽ, സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിൽ റോഡ് ഷോ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളമായി തന്നെ, തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഒരു കാഹളമായി തന്നെയായിരിക്കും ഈ റോഡ് ഷോ മാറുക. കാരണം ജനകീയ പദ്ധതികൾ അത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ആ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്തരത്തിൽ എങ്ങനെയെല്ലാമാണോ ഈ ഒരു വികസന നേട്ടങ്ങൾ അവരിലേക്ക് എത്തിയത്, അതിൻ്റെ എല്ലാം വലിയ ആവേശം ഈ റോഡ് ഷോയുടെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയും. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാരാജാസ് കോളേജിന്റെ സുഭാഷ് പാർക്കിന്റെ ഭാഗങ്ങളിലൂടെ, ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗത്തൂടെ എല്ലാം തന്നെ റോഡ് ഷോ കടന്നു പോവുകയും ചെയ്യും. അതിനുള്ള ഒരു ആവേശം വിതറിക്കൊണ്ട് കടന്നു പോകുന്ന വഴികളിലെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ, പ്രധാനമന്ത്രിയുടെയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ജില്ലാ അധ്യക്ഷൻ K ഷൈജുവും അടക്കം BJP ഭാരവാഹികൾ എല്ലാം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ, അവർ അത്തരം ഒരുക്കങ്ങളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് തത്സമയം ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, നാഷണൽ ചാനലുകളടക്കം ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ജനൻ TV-യുടെ യൂണിറ്റുകൾ വിവിധ ഭാഗങ്ങളിൽ, പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഓരോ ഭാഗത്തും ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ജനൻ TV-യുടെ ക്യാമറ ടീമും റിപ്പോർട്ടർ സംഘവും ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണോ ഇവിടെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടാവുക, അവരിലേക്കെല്ലാം തന്നെ ആ ദൃശ്യങ്ങൾ ആവേശപൂർവ്വം എത്തിച്ചുകൊണ്ട് തന്നെയായിരിക്കും
ജനം TV ടീം വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുക. ഈ റോഡ് ഷോ കടന്നു പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ ഇരിക്കുന്ന ഭാഗമാണ്, കൊച്ചി നഗരസഭ ഇരിക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെല്ലാം അറിയാം എത്രമാത്രം വീതിയിലാണ് ഈ ഭാഗം ഇരിക്കുന്നത്. അതായത് 50,000-ലധികം പ്രവർത്തകരെ ഈ 1 കിലോമീറ്റർ റോഡ് എങ്ങനെ ഉൾക്കൊള്ളും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെയെല്ലാം കൂടുതൽ പ്രവർത്തകർ അണിനിരക്കുന്ന ഭാഗങ്ങളാണ്, അത്രയധികം ആളുകളെ അണിനിരത്താൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഈ വലിയ വീതിയിലുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര വിപുലമായ രീതിയിൽ ബാരിക്കേഡുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതേപോലുള്ള ബാരിക്കേഡുകൾ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ആ മറുഭാഗത്തുള്ള വലിയ ബാരിക്കേഡുകൾക്ക് രണ്ട് വശങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെയും നിൽക്കും. അവരെയെല്ലാം സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നരേന്ദ്രനെ, ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റിയ, ഭാരതത്തെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ പ്രാപ്തനാക്കിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണണം. കാരണം മാറുന്ന കേരളത്തിന്റെ ഭാഗമാകാൻ തയ്യാറായവരാണ് ഓരോരുത്തരും എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാറുന്ന കേരളത്തിന്റെ ഭാഗമായി മാറാൻ ഓരോ ആളുകളും തയ്യാറാകുന്നു. അവരുടെ മനസ്സുകളിൽ മാറ്റത്തിന്റെ ചിന്ത ഉടലെടുത്തിരിക്കുന്നു. ആ ചിന്തയുടെ പ്രതിഫലനമായിരിക്കും ഈ ഒരു റോഡ് ഷോയുടെ രണ്ട് വശങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. പല ആളുകൾക്കും ഇങ്ങോട്ട് ഒരു പക്ഷേ ആ സമയത്ത് എത്തിച്ചേരാൻ പോലും കഴിയാത്ത വലിയ ഒരു ജനത്തിരക്ക് ഈ ഭാഗത്ത് വരികയും ചെയ്യും. അതിനുശേഷം ഇപ്പോൾ പ്രധാനമായും ഇവിടം വരെയായിരിക്കും റോഡ് ഷോ പ്രധാനപ്പെട്ട ഒരു ഭാഗം കടന്നു പോവുക. അതിനുശേഷം ഇവിടെ എല്ലാം തന്നെ പുഷ്പവൃഷ്ടിയോടെയായിരിക്കും വനിതകളടക്കമുള്ള ആളുകൾ, കുട്ടികളടക്കം സ്വീകരിക്കുക. അതിനുവേണ്ടി ഇന്നലെ തന്നെ പൂർണ്ണമായും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പുഷ്പവൃഷ്ടിക്കുള്ള പുഷ്പങ്ങളടക്കം സജ്ജമാക്കുന്ന ഒരു തിരക്കിലായിരുന്നു വനിതാ പ്രവർത്തകർ ഉണ്ടായിരുന്നത്. ഒപ്പം കൃത്യമായി തന്നെ വലിയ വികസന പദ്ധതികൾ കൂടി അദ്ദേഹം നാളെ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 4000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഭാഗമായി രാജ്യം മാറാൻ പോകുന്നു. അതിനും കൊച്ചി സാക്ഷിയാകുന്നു. കൊച്ചി നഗരസഭാ കാര്യാലയത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ അടുത്തതായി എത്തിയിരിക്കുന്നത്. ഈ കൊച്ചി നഗരസഭാ കാര്യാലയവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളിൽ ഒന്നാണ്. ഈ ഭാഗത്തൂടെ റോഡ് ഷോ കടന്നു പോകുമ്പോൾ നമ്മളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ SPGയുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അവർ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം തന്നെ റോഡ് ഷോയുടെ ഒരു എങ്ങനെയാണോ റോഡ് ഷോ കടന്നു പോകുന്നത് അതേ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡ് ഷോ കടന്നു പോകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട അടുത്ത ജംഗ്ഷനിലേക്ക് റോഡ് ഷോ കടന്നു പോകും. അത് ഈ ഹാൻഡെക്സ് ഇരിക്കുന്ന ജംഗ്ഷനാണ്. കൊച്ചി നഗരസഭയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. അവിടെയും ഈ റോഡ് ഷോ പ്രധാനമായും പ്രധാനമന്ത്രി ഈ ഒരു ഭാഗങ്ങളിലൂടെയാണ് റോഡ് ഷോയുടെ ഭാഗങ്ങൾ കടന്നു പോവുക. ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം നീങ്ങും. ഗസ്റ്റ് ഹൗസിലേക്ക് പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഭാഗത്ത് ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ യാത്ര അവിടെയായിരിക്കും അവസാനിപ്പിക്കുക. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തുടർന്ന് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് വീണ്ടും അദ്ദേഹം കാറിൽ യാത്ര തുടരുകയാണ് ചെയ്യുക. അവിടെയെല്ലാം ഈ 26 DYSPമാർ ഈ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ 2000 പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇത്രയും ആളുകളാണ് ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി മാത്രമുള്ളത്. മാത്രമല്ല അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് പരിസരം ഒരാഴ്ച മുമ്പ് തന്നെ SPGയുടെ പൂർണ്ണമായും തന്നെയുള്ള നിയന്ത്രണത്തിലായി മാറിയിരുന്നു. SPG സംഘം സുരക്ഷ ഏർപ്പെടുത്തി അവർ അതിൻ്റെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി സ്ഥലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് രണ്ടാമത് ബോട്ട് ജെട്ടി ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, ഈ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അദ്ദേഹത്തിൻ്റെ സ്വീകരണങ്ങൾ ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത്. ഒപ്പം ഇപ്പോൾ ഈ വിവേകാനന്ദ പ്രതിമയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഈ ഒരു ഭാഗങ്ങളിലും നിരവധി ആളുകൾ ഇവിടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകും. ഒപ്പം പ്രവർത്തകരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ അത് പാർക്ക് ചെയ്യുന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ സംസ്ഥാനം കണ്ടതിൽ ഏറ്റവും വലിയ മറ്റൊരു സ്വീകരണത്തിന് കൂടി കൊച്ചി വേദിയാകുന്നു. പ്രവർത്തകരുടെ ആവേശത്തിന് കൊച്ചി വേദിയാകുന്നു എന്നത് തന്നെയാണ് ഈ റോഡ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഈ കൊച്ചിയിലേക്ക് എത്തുന്നു എന്ന് പ്രഖ്യാപിച്ച് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ റോഡ് ഷോയുടെ വലിയ ഫ്ലെക്സുകൾ, വലിയ ബോർഡുകൾ, വലിയ ബാനറുകൾ എല്ലാം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്നത് അത് പ്രവർത്തകരുടെ
ഒരു ആവേശം തന്നെയാണ് കാണിക്കുന്നത്. അത് പ്രവർത്തകർ എങ്ങനെയെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ആവേശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ കഴിയുന്നത്. ഈ കടന്നു പോകുന്ന വഴികളിലായിരിക്കും ഈ 50,000-ത്തിലധികം പ്രവർത്തകർ ഉണ്ടായിരിക്കുക. അതിലധികം പ്രവർത്തകർ തൊട്ട അടുത്ത ദിവസം BJPയുടെ ശക്തി കേന്ദ്ര ചുമതലയുള്ള ഇൻചാർജുമാരുടെ സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെയും 7,000-ത്തോളം BJP പ്രവർത്തകർ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ, പാർട്ടിയുടെ ചുമതലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ അവിടെ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ ഒരു ഭാഗം. ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പരിസരം മുഴുവൻ ഇനി 4 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 മണിക്കാണ് റോഡ് ഷോ നടത്തുന്നത് എങ്കിൽ 4 മണിക്ക് തന്നെ ഈ ഭാഗം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും, പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ കൃത്യമായി തന്നെ വലിയ ഒരു സഞ്ചയം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഒരു ഘട്ടത്തിലും നൽകാൻ കഴിയുന്നത്. രജനി, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം തേവരയിൽ വന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. റോഡിൽ, അതായത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ജനങ്ങളെ കൈ കാണിച്ചുകൊണ്ട് പോകുന്ന പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ തേവരയിൽ കണ്ടത്. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെ ആയിരുന്നില്ല, വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. ഇന്നിപ്പോൾ എറണാകുളത്തെത്തുമ്പോൾ, കൊച്ചിയിലെത്തുമ്പോൾ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ അത് ജനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സസ്പെൻസ് വെക്കുന്ന ഒരാൾ കൂടെയായിരിക്കും. രജനി, തീർച്ചയായും കൊച്ചിയും വലിയൊരു സസ്പെൻസിനായി തന്നെയാണ് കാത്തിരിക്കുന്നത്. രജനി പറഞ്ഞതുപോലെ നിലവിൽ ക്രമീകരണങ്ങൾ ഇങ്ങനെയെല്ലാമാണ് പോയിരിക്കുന്നത്. അദ്ദേഹം എറണാകുളം ആർഎസ് കോളേജ് മൈതാന ഭാഗത്ത് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ സുഭാഷ് പാർക്കിന്റെ പരിസരത്തിലൂടെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നു പോകുന്നു. അതിനുശേഷം ഈ തൊട്ടടുത്ത് വെച്ചിട്ട് BSNL ഓഫീസിന്റെ പരിസരത്ത് വെച്ച് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്നെല്ലാമാണ് ചിന്തിച്ചിരിക്കുന്നത്. എങ്കിൽ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനത്തെ കാണുമ്പോൾ, തന്നെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തെ കാണുമ്പോൾ അദ്ദേഹവും അതിലേറെ ആവേശഭരിതനാകും. അവർക്കൊപ്പം ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കും. അവർക്കൊപ്പം ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി അദ്ദേഹം മാറും. പലപ്പോഴും ചില ഭരണാധികാരികൾ ജനത്തെ കണ്ടുകൂടാത്ത, അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ കണ്ടുകൂടാത്ത ആളുകളായി മാറുന്ന ചില ആളുകൾ ഉള്ള രാജ്യത്ത്, ഒരു നാട്ടിൽ അത്തരത്തിൽ കറുത്ത വസ്ത്രങ്ങൾ കാണുന്നതും കരിങ്കൊടികൾക്കുമായി സ്വാഭാവിക പ്രതിഷേധങ്ങൾ നടക്കുന്നതും എല്ലാം വലിയ അപരാധമായി കാണുന്ന ഭരണാധികാരികളുള്ള നാട്ടിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ ഒരു പ്രതിഷേധവും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നില്ല. ഒരു ചെറുവിരൽ പോലും പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുന്നില്ല. അത്രമാത്രം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ജനതയുണ്ടാകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ആ വീതികളിലൂടെ നടന്നു തന്നെ മുന്നോട്ട് പോകും. കടന്നു പോകുന്ന വീതികളിൽ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, 2 ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഈ വീതികളിലൂടെ കടന്നു പോവുക. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ആവേശത്തിന്റെ ഭാഗമാവുന്നു. അദ്ദേഹം എങ്ങനെയാണോ ജനങ്ങളെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണോ അവർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, ആ പദ്ധതികൾ എങ്ങനെയാണോ ജനകീയ പദ്ധതികളായി മാറുന്നത്, ആ ജനകീയ പദ്ധതികൾ എങ്ങനെയാണോ കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നത്, അതിലൂടെ എങ്ങനെയാണ് അത് ആളുകൾക്ക് ജനക്ഷേമകരമായി മാറുന്നത്, ആ പദ്ധതികൾ അതേ മനസ്സിന്റെ ചിന്തയോടെ, അതേ താല്പര്യങ്ങളോടെ, അതേ ആഗ്രഹങ്ങളോടെ അവരിൽ ഒരാളായി മാറിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏറെ ദൂരം നമ്മൾ ഈ വന്ന വഴികളിലൂടെ എല്ലാം തന്നെ നടന്നു നീങ്ങി കൈവീശി കാണിച്ചുകൊണ്ട് ആ ആവേശത്തിന്റെ ഭാഗമാകാൻ പൂർണ്ണമായും സജ്ജനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. ഈ ഒരു ജംഗ്ഷൻ, തൊട്ടടുത്ത ജംഗ്ഷനിലെ ഇവിടെ വരെയായിരിക്കും അദ്ദേഹം പ്രധാനമായും എത്തുക എന്ന ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോ കോളേജിന്റെ പരിസരത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം തൊട്ട് അടുത്ത ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം റോഡ് ഷോ അവസാനിപ്പിക്കുകയും ചെയ്യും. റോഡിന്റെ ഇരുഭാഗങ്ങളിലും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള വലിയ ബോർഡുകളാണ്. അതായത് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം അദ്ദേഹത്തിന്റെ റോഡ് ഷോ കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രജനി, തീർച്ചയായും 1 കിലോമീറ്ററിലധികം ദൂരം, ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരിൽ ആവേശത്തിന്റെ വിത്തുകൾ നിറച്ചുകൊണ്ട് അവരെ അത്യധികം ആവേശഭരിതരാക്കി. കാരണം എങ്ങനെയാണോ നേരത്തെ തേവരയിൽ അദ്ദേഹം റോഡ് ഷോയിൽ ഇറങ്ങി നടന്നു, 2 ഭാഗത്തും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ, പ്രായമായവർ അടക്കം വലിയ ഒരു ആവേശത്തിലായിരുന്നു. ആവേശം അണപൊട്ടിയ സാഹചര്യമായിരുന്നു. അവർക്ക് പ്രധാനമന്ത്രിക്ക് അടുത്തേക്ക് ഓടിയെത്താൻ താല്പര്യപ്പെടുന്ന ഒരു ജനസമൂഹത്തെയായിരുന്നു
നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല തൃശ്ശൂരിലെ സാഹചര്യം. അവിടേക്ക് വനിതകൾ ഒഴുകിയെത്തി. ഒരു പക്ഷേ ഇത്രയധികം തൃശ്ശൂർ നഗരം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സ്ത്രീകളുടെ സംഗമത്തിന് തൃശ്ശൂർ വേദിയായി, തൃശ്ശൂർ നഗരം വേദിയായി. ഒപ്പം അദ്ദേഹം കടന്നുപോയ റോഡ് ഷോ കടന്നുപോയ ഭാഗങ്ങളിലും അത്തരത്തിൽ തന്നെയായിരുന്നു സ്വീകരണം ഉണ്ടായിരുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ. സമാനമായി തന്നെ എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ എറണാകുളത്തെ സ്വീകരണങ്ങളും അതേ സമാനമായി മാറ്റുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും BJP നേതൃത്വം ചെയ്തു കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം മാറുന്ന കേരളത്തിൽ മാറ്റത്തിന്റെ ശങ്കുലിയായി മാറുക എന്നത് തന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അത് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം നേതൃത്വത്തിന് ഉണ്ട്. ശരി, എന്തായാലും പ്രധാനമന്ത്രിക്ക് സ്വാഗതം നൽകുക തന്നെയാണ് കൊച്ചി. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വഴികളിലെ വിവരങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.